വഖഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കുമെന്ന് ഉറപ്പാണ്. BJP നേതൃത്വം നൽകുന്ന NDA വഖഫ് ബില്ല് സഭയിൽ പാസാക്കിയെടുക്കുമെന്ന് ഉറപ്പ്. എന്നാൽ ഇതിലേറെ പണി കിട്ടാൻ പോകുന്നത് കേരളത്തിൽ നിന്നുമുള്ള MPമാർക്കാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്നുമുള്ള MPമാർ ബില്ലിനെ അനുകൂലിക്കണമോ അതോ എതിർക്കണമോ എന്ന ചിന്തയിലാണ്. ഇടുക്കി, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നുമുള്ള രാഷ്ട്രീയ പാർട്ടികളും MPമാരും വഖഫ് ബില്ലിനെ എതിർക്കുകയാണെങ്കിൽ അത് അവരുടെ തന്നെ കുഴിവെട്ടലാകുമോ എന്നാണ് അവർ ഭയപ്പെടുന്നത്. ക്രിസ്തീയ വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനപ്രതിനിധികൾ ബില്ലിനെ അനുകൂലിക്കുകയാണെങ്കിൽ ക്രിസ്തീയ സഭകൾ ഈ MPമാർക്കെതിരെ തിരിയുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ജോസഫ് ഗ്രൂപ്പിനും വഖഫ് ബില്ലിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് കൃത്യമായ ബോധ്യമില്ല. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലൂടെയാണ് ഈ പാർട്ടികൾ കടന്നു പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ നിലപാടിനൊപ്പം നിൽക്കുക എന്ന് മാത്രമാണ് മുന്നിലുള്ള വഴി. എന്നാൽ ജോസിനും ജോസഫിനും ഇവിടെ വെച്ച് തന്നെ നിലപാട് പരസ്യമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശീയ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സഭകളെ പിളക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പ് തന്നെ. ജോസ് കെ മാണിക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. കാരണം തൊട്ടു പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൽ നിന്നും വിലപേശണമെങ്കിൽ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണ ഉറപ്പിക്കണം. എന്നാൽ വഖഫിന് പാർലമെന്റിൽ എതിർക്കുകയാണെങ്കിൽ തിരുമേനിമാർ കലിപ്പിലാവുകയും ജോസിന്റെയും ജോസഫിന്റെയും നിലനിൽപ്പ് വെള്ളത്തിലാവുകയും ചെയ്യും. കേരളത്തിൽ കടിപിടി കൂടുമെങ്കിലും ദേശീയ തലത്തിൽ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ഇന്ത്യ മുന്നണിക്ക് കീഴിൽ ഒറ്റക്കെട്ടാണ്. വഖഫ് ബില്ലിനെ തുറന്ന് എതിർക്കണമെന്ന് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ലംഘിക്കണമോ അതോ അനുസരിക്കണമോ എന്ന ആലോചനയിലാണ് കേരളത്തിൽ നിന്നുമുള്ള പാർട്ടികൾ. എന്തായാലും BJPയുടെ 22 ഭേദഗതികൾ അംഗീകരിച്ച JPC പ്രതിപക്ഷത്തിന്റെ 44 ഭേദഗതികളും തള്ളിയാണ് ബില്ലിലെ ചില ഭേദഗതികൾ അംഗീകരിച്ചത്. ഭേദഗതികളിൽ വോട്ടെടുപ്പ് നടത്തിയെന്നും 16 MPമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 10 MPമാർ എതിർത്തുവെന്നും JPC ചെയർമാൻ ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയതോടെ പ്രതിപക്ഷത്തിന് നിയന്ത്രണം നഷ്ടമായിരുന്നു. ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിലും നിയന്ത്രണത്തിലും നിർണായക മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ 2024 ലോകസഭയിൽ നേരത്തെ അവതരിപ്പിച്ചിരുന്നു. 1995 വഖഫ് ആക്ടിന്റെ ഭേദഗതിയാണ് ബില്ല് ലക്ഷ്യം വെക്കുന്നത്. 2006 സച്ചാർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ വഖഫ് വസ്തുക്കളുടെ വിപണി മൂല്യം ഏതാണ്ട് 1.2 ലക്ഷം കോടി രൂപ വരും. 1913 വഖഫ് നിയമം മുതൽ പിന്നീട് ഭേദഗതി ചെയ്യപ്പെട്ട ധാരാളം നിയമങ്ങൾ അനുസരിച്ചാണ് വഖഫ് വസ്തുവകകൾ നിയന്ത്രിക്കപ്പെടുന്നത്. ജോസഫും ബില്ല് കൃത്യമായി പഠിക്കണമെന്നും അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ മറവിൽ തുറന്ന് എതിർക്കരുത് എന്നുമാണ് സഭകൾ ചൂണ്ടിക്കാട്ടുന്നത്.